പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 15-17 തിരുവചന ഭാഗങ്ങൾ. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധഛിദ്രമുള്ള ഭവനവും വീണുപോകും. ഊമനായ ഒരു പിശാചിനെ ഈശോ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഊമൻ സംസാരിച്ചു എന്നത് കണ്ട് ജനങ്ങളെല്ലാം അത്ഭുതപ്പെടുന്നുണ്ട്. എന്നാൽ വിശ്വാസം ഇല്ലാതിരുന്ന ചിലർ ഈശോയെ പരീക്ഷിക്കുവാനായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിച്ചതെന്ന്. ഈശോ ചെയ്ത പ്രവൃത്തിയിലെ നന്മ കാണാൻ നോക്കാതെ അവരുടെ ഉള്ളിലുള്ള തിന്മയാണ് അവർ ഈശോയിൽ ആരോപിക്കുന്നത്. എന്തായിരുന്നു അവരുടെ ഉള്ളിലെ തിന്മ? ബെൽസെബൂൽ എന്ന വാക്കിൻ്റെ അർത്ഥം അഴുക്ക് കൊണ്ടുവരുന്ന ഈച്ച എന്നാണ്. യഥാർത്ഥത്തിൽ ഈ അഴുക്ക് കൊണ്ടുവരുന്നത് ഈശോയെ കുറ്റമാരോപിച്ച വ്യക്തികൾ തന്നെയായിരുന്നു. അവരെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, അന്ധഛിദ്രമുള്ള രാജ്യവും ഭവനവും നാശമടയും എന്ന്. അതായത് മറ്റുള്ളവരിലെ നന്മ കാണാൻ സാധിക്കാത്ത അവസ്ഥ വ്യക്തികളിൽ ഉണ്ടാകുമ്പോൾ അവിടെ ബന്ധങ്ങളിൽ അഴുക്കു നിറയുന്ന സ്ഥിതിയുണ്ടാകും. പതിയെ പതിയെ കുറ്റാരോപണങ്ങൾ ആവർത്തിക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ ഉണ്ടാകും. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നമ്മളെ നിർബന്ധിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ നന്മ തിരിച്ചറിയുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കയ്യൊപ്പുണ്ട്. അതേ കർത്താവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞവരാണ് നമ്മുടെ കൂടെയുള്ളവരും എന്നുകൂടി ഓർക്കാം. മറ്റുള്ളവരുടെ നന്മ കണ്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഈശോ നമ്മിലും നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.